Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. So in our current affairs session, so let us start. Okay. So first of all, appointments are appointments. Tirath Singh Rawat becomes new Chief Minister of Uttarakhand. So Uttarakhand new Chief Minister ആയിട്ട് Tirath Singh Rawat ആണ്. Okay. So അദ്ദേഹം ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. Okay. ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെഹ്റാഡൂൺ. വിന്റർ ക്യാപിറ്റൽ ആൻഡ് സമ്മർ ക്യാപിറ്റൽ. സോ ഒരു നോട്ട് ചെയ്ത് വെക്കാം. ഗവർണർ എന്ന് പറയുന്നത് ബേബി റാണി മൗര്യ. സെയിം നമുക്കറിയാം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ GR ചിണ്ടാലയാണ് assumed as the chairman of Asia Pacific Rural and Agricultural Credit Association Agricultural Credit Association chairman ആയി. ഓക്കെ, അസോസിയേഷൻ്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിൻറ്റഡ്. അതുപോലെ തന്നെ നൗറീൻ ഹസൻ first vice president and COO of New York based Federal Reserve Bank. So New York based Federal Reserve Bankന്റെ ഫസ്റ്റ് വൈസ് ചെയർമാനും വൈസ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായിട്ട് നൗറിൻ ഹസൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അടുത്തത് സ്പോർട്സ് ന്യൂസ് ആണ്. PV Sindhu wins silver in BWF Swiss Open 2021. സോ സിൽവർ ഗോൾഡ് ആരാണെന്ന് പഠിക്കണം. ഇറ്റ് ഇസ് കരോളിന മാരിൻ ആണ്. അത് എവിടെയാണ് നടന്നതെന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ബേസൽ സ്വിറ്റ്സർലാൻഡിലാണ്. അതുപോലെ തന്നെ മെൻ സിംഗിൾസിൽ വെക്ടർ എക്സെൽസൺ ഡെൻമാർക്കാരനാണ്, ഇത് പഠിക്കണം. വുമൺ സിംഗിൾസിൽ കരോളിന മാരിൻ സ്പെയിൻകാരിയാണ്, ഇത് പഠിക്കണം. സോ മെൻസ് ഡബിൾസിൽ കിം ആസ്ട്രപ്പ് ആൻഡ് ആൻഡ്രസ് സക്കാരു ഡെൻമാർക്ക്. മിക്സ്ഡ് ഡബിൾസിൽ തോം ആൻഡ് ഡെൽഫിൻ ഡെലൂരെ. സോ ഇത് രണ്ടും കൂടി പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേൺ ആണ്. കറൻസി ഫ്രാങ്ക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മെറ്റാവോ പെലിക്കൻ വേൾഡ് റാങ്കിംഗ് സീരീസിൽ വേൾഡ് റാങ്കിംഗ് സീരീസിൽ ഗോൾഡ് കിട്ടിയത് ആർക്കാണ്? ബജ്രംഗ് പുനിയയ്ക്കാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്തത് സ്റ്റേറ്റ് ന്യൂസ് ആണ്. UP ഗവൺമെന്റ് ലോഞ്ചസ് ക്യാമ്പയിൻ ടു മേക്ക് ഗോൾഡൻ കാർഡ്സ് ഓഫ് ആയുഷ്മാൻ ഭാരത് സ്കീം. സോ ആയുഷ്മാൻ ഭാരത് സ്കീമിന് വേണ്ടിയിട്ട് ഗോൾഡൻ കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്തത് ഏത് ഗവൺമെന്റ് ആണ്? UP ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ അതെന്താണ്? 5 lakh പെർ ഫാമിലി പെർ ഇയർ ക്യാഷ്ലെസ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ക്യാപിറ്റൽ ലക്നൗ ആണ്. ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്. CM യോഗി ആദിത്യനാഥ് ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് 8 അല്ലേ, സെക്കൻഡ് ഫേസ് ഓഫ് മിഷൻ ശക്തി ലോഞ്ച് ചെയ്തു ഇൻ UP. ഓക്കെ, സെക്കൻഡ് ഫേസ് ഓഫ് മിഷൻ ശക്തി. അതുപോലെ തന്നെ രാം ടെമ്പിൾ ടെബലോ ഓഫ് ഉത്തർപ്രദേശിനാണ് ഫസ്റ്റ് പ്രൈസ് എമംഗ് ഓൾ. ഓക്കെ, സോ അതും കൂടിയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എമംഗ് ഓൾ ടാബ്ലോ. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ഫസ്റ്റ് ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ റാണിക്കേറ്റിലാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റാണിക്കേറ്റ് ഫസ്റ്റ് ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ആണ് കേട്ടോ. സോ ജസ്റ്റ് അത് പഠിച്ചു വെച്ചാൽ മതി, ഇതിൽ വേറൊന്നുമില്ല. This healing center has been established in a pine-dominated forest, as it has been found in various studies emit certain oil compounds to safeguard themselves from various microbes and pathogens, which are called phytoncides. Okay, these compounds help to multiply natural killer cells in our body, which help in fighting infections and cancerous growth and enhance ഓവറോൾ ഇമ്മ്യൂണിറ്റി. സോ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ റാണിക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
ഓക്കെ. ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ നമ്മൾ ഇപ്പം പഠിച്ചുല്ലോ അല്ലേ. സോ ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഘരോക്കി പാച്ചൻ ചേലിക് നാം ഡോക്ടേഴ്സ് നെയിം ആസ് എ ഹോംസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ അതുണ്ടായിരുന്നു. സോ ഉത്തരാഖണ്ഡാണ്. ഘരോക്കി പാച്ചാൻ ചേലിക് നാം എന്ന് പറഞ്ഞിട്ടുള്ള 42 കോടി രൂപയുടെ നൈനിറ്റാൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നൈനിറ്റാൾ ആണ്. അവിടെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും അതുപോലെ തന്നെ ഒഡീഷ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും എന്ത് തുടങ്ങുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? പാരദീപ് പ്ലാസ്റ്റിക് പാർക്ക്. എവിടെയാണ്? ഒഡീഷയിലെ പാരദീപ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് പാർക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ദ പാർക്ക് വിൽ സ്ട്രെങ്തൻ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ്, സെൽഫ് എംപ്ലോയ്മെന്റ്, പ്ലാസ്റ്റിക്, പോളിമർ, ഫൈബർ, യാം, പെട്രോ കെമിക്കൽസിൻ്റെ ഒക്കെ മീൻസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും ഒഡീഷ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൂടി പ്ലാസ്റ്റിക് പാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒഡീഷയിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, it can accommodate 25 industries of various sizes involving an investment of more than 500 crore rupees and employment to about 1,600 persons. ഓക്കെ, നവീൻ പട്നായിക് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഫസ്റ്റ് വേൾഡ് സ്കിൽ സെൻറ്റർ ഭുവനേശ്വറിലാണ്, ഒഡീഷ ഭുവനേശ്വറിലാണ്. ഓക്കെ, ഒഡീഷ ഭുവനേശ്വറിലാണ്. ഒഡീഷ, ഉത്തർപ്രദേശ്, ഡൽഹി have most contaminated sites in India according to data from Central Pollution Control Board. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. സോ ഇതിൽ മെയിനായിട്ട് പ്ലാസ്റ്റിക് പാർക്ക് എവിടെയാണ്? പാരദീപ്, ഒഡീഷയിലാണ്. ആരൊക്കെയാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും ഒഡീഷ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും. സോ IOCL മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചോദ്യം വരാം? ഒഡീഷ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാത്രം വെച്ചിട്ടും ചോദ്യം വരാം. പാരദീപ് പ്ലാസ്റ്റിക് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചിട്ടും ചോദ്യം വരാം. ഓക്കെ, അടുത്തത് ജമ്മു ആൻഡ് കശ്മീർ ആണ് സൂപ്പർ 75 സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത്. സൂപ്പർ 75 സ്കോളർഷിപ്പ് സ്കീം. ഓക്കെ, അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സൂപ്പർ 75 സ്കോളർഷിപ്പ് സ്കീം എന്ന് പറയുന്നത് പുവർ ഫാമിലീസിൽ നിന്ന് മെറിറ്റോറിയസ് ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്കീമാണ്. സോ ദാറ്റ് ദേ ക്യാൻ എക്സൽ ഇൻ സ്ട്രീംസ് ലൈക്ക് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഹ്യൂമാനിറ്റി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ബിൽഡിംഗ്. സോ അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ് തേജസ്വിനി എന്ന് പറയുന്നത്. ഓക്കെ, തേജസ്വിനി എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് മിഷൻ യൂത്ത് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ തേജസ്വിനി സ്കീമിൽ 5 ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. 18 മുതൽ 35 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കശ്മീരിലെ ക്യാപിറ്റൽ ശ്രീനഗറാണ്. ഓക്കെ, നവംബർ ഏപ്രിൽ ജമ്മു ആണ്. സോ ഗവർണർ മനോജ് സിൻഹയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു IIT ജമ്മുവും നോർത്തേൺ ആർമി കമാൻഡ്, ആർമീസ് നോർത്തേൺ ആർമി കമാൻഡും കൂടി ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്നോവേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തത് ആന്ധ്രാപ്രദേശ് ബിക്കംസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ജെൻഡർ ചൈൽഡ് ബഡ്ജറ്റ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് ജെൻഡർ ചൈൽഡ് ബഡ്ജറ്റ് ഫ്രം ഫിനാൻഷ്യൽ ഇയർ 2021-22 അങ്ങനെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏത് ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ ആൻഡ് ചിൽഡ്രനെ എയിം ചെയ്തിട്ടുള്ളതാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, ലൈവ്ലിഹുഡ്, സെക്യൂരിറ്റി ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ള ബഡ്ജറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതിയാണ്. ഗവർണർ എന്ന് പറയുന്നത് ബിശ്വഭൂഷൺ ഹരിചന്ദൻ, CM ജഗ്മോഹൻ റെഡ്ഡിയാണ്. അതുപോലെ തന്നെ സിഡ്ബിയും ആന്ധ്രാപ്രദേശും MSME എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് പാർട്ട്നേർഡ്. ആൻഡ് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ സ്കോച്ച് ചീഫ് മിനിസ്റ്റർ ഓഫ് ഇയർ അവാർഡ് കിട്ടിയതും ജഗൻമോഹൻ റെഡ്ഡിക്കാണ്. ഓക്കെ, സ്കോച്ച് ചീഫ് മിനിസ്റ്റർ അവാർഡ് കിട്ടിയതും ജഗൻമോഹൻ റെഡ്ഡിക്കാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത് നോക്കാം ബാങ്കിങ്.
HDFC Bank launches Smart Up Unnati program. So Smart Up Unnati program launch ചെയ്തത് ആരാണ്? HDFC Bank ആണ് ലോഞ്ച് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ഇതിൽ ചോദിക്കുക സ്മാർട്ട് അപ്പ് ഉന്നതി പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് ബാങ്കാണ്? HDFC Bank ആണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സോ അതായത് HDFC ബാങ്കിലുള്ള സീനിയർ വുമൺ ലീഡേഴ്സ് എന്ത് ചെയ്യും? വുമൺ എൻ്റർപ്രണേഴ്സിന് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനീഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 3000 വുമൺ എൻ്റർപ്രണേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ മഹാരാഷ്ട്രയാണ്. MD ആൻഡ് CEO ശശിധർ ജഗദീശൻ. ടാഗ് ലൈൻ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് എന്ന് പറയുന്നതാണ് ടാഗ് ലൈൻ. ഇത് ഓർത്ത് വെക്കുക കേട്ടോ, വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. അതുപോലെ തന്നെ HDFC ഇർഗോ ലോഞ്ചസ് ബിസിനസ് കിഷ്ത് സുരക്ഷാ കവർ. കിഷ്ത് സുരക്ഷാ കവർ HDFC ഇർഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പ്രൊട്ടക്ടിങ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബാങ്ക്സ് ഇഫ് ഇനി കാറ്റോസ്ട്രോഫി എ നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കേഴ്സ്. സോ നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ HDFC ഇർഗോ ഇതിലേതാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് കിഷിത് സുരക്ഷാ കവർ എന്ന് പറയണം. ഓക്കെ, അതുപോലെ തന്നെ മാജിക് ബ്രിക്സും റെസോർ പേയും കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റെസോർ പേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റെസോർ പേ ആൻഡ് HDFC Bank ഫോർ ക്രെഡിറ്റ് കാർഡ് റെന്റ് പേ വിത്ത് ആൻ ഐ ഓൺ ദ 10 million റെന്റൽ റെസിഡൻഷ്യൽ ഹൗസ് ഹോൾഡ് മാർക്ക്. സോ മാജിക് ബ്രിക്കും റെസോർ പേയും അതുപോലെ തന്നെ HDFC കാർഡും കൂടി എന്തിനു വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റ് കാർഡ് റെന്റ് പേക്ക് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. അടുത്തത് PNB ഹൗസിംഗ് ഫിനാൻസ് ടു ഡൊണേറ്റ് ഇലക്ട്രിക് കാർസ് ടു അണ്ടർ പ്രിവിലേജ്ഡ് വുമൻ ഇൻ ജയ്പൂർ ഇൻഡോർ. സോ ഇലക്ട്രിക് കാർസ് ആണ് അല്ലേ? സോ ഏത് PNB ഹൗസിംഗ് ഫിനാൻസ് ആണ് ഇലക്ട്രിക് കാർസ് അണ്ടർ പ്രിവിലേജ് വുമൻ ഇൻ ജയ്പൂർ ഇൻഡോറിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഇവരെ പാർട്ട്ണർ ചെയ്തിട്ടുള്ളത് ആസാദ് ഫൗണ്ടേഷൻ ആണ്. അതും കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. വുമൻ വിത്ത് വീൽസ് എന്നാണ് ഈ ന്യൂ ഇനീഷ്യേറ്റീവിന് നമ്മൾ കൊടുക്കുന്ന പേര്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊജക്ട് കോൾ ഷീ എന്ന് പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊജക്റ്റിൻ്റെ അണ്ടറിലുള്ള ഇനീഷ്യേറ്റീവാണ് ഇതെന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പാർട്ട്, അണ്ടറിലല്ല, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്, അതായത് വുമൻ വിത്ത് വീൽസ്. ഓക്കെ, 18 മുതൽ 35 വയസ്സ് വരെ ലിവിങ് ഇൻ അർബൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് കോളനീസിലുള്ള വുമന് വേണ്ടിയിട്ടാണ്, അണ്ടർ പ്രിവിലേജ്ഡ് വുമന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഈ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ PNB ഹൗസിംഗ് ഫിനാൻസ് ബാങ്കിൻ്റെ MD ആൻഡ് CEO ഹൗസിംഗ് ഫിനാൻസിൻ്റെ PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ MD ആൻഡ് CEO ഹൃദയാൽ പ്രസാദ് ആണ്. ടാഗ് ലൈൻ ഗർ കി ബാത്ത്. ആസാദ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് മീനു വഡേര. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അതിപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഒരു കോ-ലെൻഡിങ് പാക്ട് ഹോം ലോൺസ് PNB ഹൗസിംഗ് ഫിനാൻസും അതുപോലെ തന്നെ യെസ് ബാങ്കും കൂടി സൈൻ ചെയ്തിരുന്നു. ഓക്കെ, അടുത്തത് കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക് എന്ത് ലോഞ്ച് ചെയ്തു? വികാസ് ആശ ലോൺ ലോഞ്ച് ചെയ്തു. വികാസ് ആശ ലോൺ ഫോർ വുമൺ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, ദിസ് ന്യൂ ലോൺ വുമണിന് വേണ്ടിയിട്ടാണ്. ബിസിനസ് റിലേറ്റഡ് ഇൻക്ലൂഡിങ് പർച്ചേസ് ഓഫ് മെഷീനറി വെഹിക്കിൾസ്, എക്യുപ്മെൻറ്റ്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇത് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 10 ലക്ഷം രൂപ വരെയാണ് മാക്സിമം ലോൺ കൊടുക്കുന്നത്. റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 84 മന്ത്സ് ആണ്. സോ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 84 മാസമാണ്. ഓക്കെ, സോ അപ്പോൾ അതിൽ വികാസ് ആശ ലോൺ എന്ന് പറയുന്നത് വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് റിലേറ്റഡ് നീഡ്സിന് വേണ്ടിയിട്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്ന ഒരു സ്കീമാണ്. എന്താണ്? വികാസ് ആശ ലോൺ സ്കീം എന്ന് പറയുന്നത്. അതായത് മാക്സിമം ഓഫ് 10 ലക്ഷം, ഒരു റീപേയ്മെൻറ്റ് പീരീഡ് ഓഫ് 84 മാസം. ഓക്കെ,
കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ധാരാവത് കർണാടകയാണ്. ചെയർമാൻ പി ഗോപി കൃഷ്ണ. അതുപോലെ തന്നെയാണ് കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് ജയ് കിസാനുമായിട്ട്. ജയ് കിസാൻ എന്ന് പറയുന്നത് ഒരു റൂറൽ ഫോക്കസ്ഡ് ഫിൻടെക് പ്ലാറ്റ്ഫോമാണ് ഓഫ് ഗ്രീനിസോൺ. ഈ ജയ് കിസാൻ എന്ന് പറയുന്നത് ഗ്രീനിസോൺ അഗ്രിടെക് കൺസൾട്ടൻസി ലിമിറ്റഡിൻ്റെ കൺസൾട്ടൻസി ലിമിറ്റഡിൻ്റെ ഒരു റൂറൽ ഫോക്കസ്ഡ് ഫിൻടെക് പ്ലാറ്റ്ഫോമാണ് ജയ് കിസാൻ എന്ന് പറയുന്നത്. സോ ഈ ജയ് കിസാനും കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ ദ എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ സർവീസസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഇൻ കർണാടക. ഓക്കെ. അടുത്തത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് വുമൻ സേവിങ്സ് അക്കൗണ്ട് കൊണ്ടുവന്നു. സോ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, വേറെ ഒന്നും ഇതിൽ പഠിക്കാനില്ല. അതുപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ കർണാടകയാണ്. CEO ആൻഡ് MD എന്ന് പറയുന്നത് മിസ്റ്റർ നിതിൻ ചുങ്കാണ്. അതുപോലെ തന്നെ ടാഗ് ലൈൻ ബിൽഡ് എ ബെറ്റർ ലൈഫ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അലയൻസ് ഇൻഷുറൻസ് ലോഞ്ചസ് ഇൻഷുറൻസ് പോർട്ടൽ SME ഇൻസെക്യൂർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? MSME സെക്ടറിന് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അലയൻസ് ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, SME ഇൻഷുറൻസ്. ഓക്കെ, ഫോർ MSME സെക്ടർ. സോ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അലയൻസ് ഇൻഷുറൻസ് SME ഇൻഷുർ ആണ് കേട്ടോ. SME ഇൻഷുർ എന്തിനു വേണ്ടിയിട്ടാണ്? MSME സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, SME ഇൻഷുർ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു MSME. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അലയൻസ് ഇൻഷുറൻസ് പോർട്ടൽ ലോഞ്ച് ചെയ്തു. SME ഇൻഷുർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഓക്കെ. അടുത്തത് എസ് ബാങ്ക് ആണ്. എസെൻസ് ലോഞ്ച് ചെയ്തത് വുമണിന് വേണ്ടിയിട്ടാണ്. സോ എസ് ബാങ്ക് SS എന്നത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. എസെൻസ് ഫോർ വുമൺ. സോ ലോഞ്ച് ഓഫ് ദിസ് പ്രപ്പോസിഷൻ it is a holistic banking proposition for women across customer segments, homemakers, salaried professionals, senior citizens, lifestyle, wellness, education, protect. ഇത് എന്താണ്? വുമൺ സെൻട്രിക് സർവീസസ് ആണ് എസെൻസ് എന്ന് പറയുന്നത്. എസെൻസ്. ഓക്കെ. അതുപോലെ തന്നെ എസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ, മഹാരാഷ്ട്രയാണ്. CEO എന്ന് പറയുന്നത് പ്രശാന്ത് കുമാർ. എക്സ്പീരിയൻസ് യുവർ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നതാണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എസ് ബാങ്കും ആദിത്യ ബിർളയും കൂടി ഒരു വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എസ് ബാങ്കും ആദിത്യ ബിർള വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡും കൂടി യെസ് ബാങ്ക് വെൽനസ് ആൻഡ് എസ് ബാങ്ക് വെൽനസ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹോളിസ്റ്റിക് ഹെൽത്ത്, സെൽഫ് കെയർ ആൻഡ് വെൽനസ് ഓഫ് കസ്റ്റമേഴ്സ്. സോ എസ് ബാങ്കും ഒന്നുകൂടി പറഞ്ഞുതരാം. യെസ് ബാങ്കും ആദിത്യ ബിർള വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡും എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? എസ് ബാങ്ക് വെൽനസ് ആൻഡ് എസ് ബാങ്ക് വെൽനസ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എസ് ബാങ്ക് വെൽനസും എസ് ബാങ്ക് വെൽനസ് പ്ലസും ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ അടുത്തത് എക്കോ ഡ്രൈവ് കോഡായിട്ട് പഠിക്കുക. എക്കോ ഡ്രൈവ് പ്ലസ് IDFC ഫസ്റ്റ് ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീ ഫാസ്റ്റ് ടാക്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. So any private car owner can purchase FASTag from EcoDrive's platform, okay, by submitting a few personal vehicle details and by adding the initial wallet money of rupees
100 to recharge the FASTag. So free FASTags ഇഷ്യൂ ചെയ്യുന്നുണ്ട് എക്കോ ഡ്രൈവും അതുപോലെ തന്നെ IDFC. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് ഇത്ര പഠിച്ചു വെക്കുക. എക്കോ ഡ്രൈവ് പ്ലസ് IDFC ഫസ്റ്റ് ബാങ്ക് ഫ്രീ FASTags. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്താ എളുപ്പമായിട്ട് ഗ്രാസ്പ് ചെയ്യാം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ MD ആൻഡ് CEO എന്ന് പറയുന്നത് V വൈദ്യനാഥനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. അതുപോലെ തന്നെ എക്കോടെക് ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ആൻഡ് CEO എന്ന് പറയുന്നത് രുചി ദീപക് ആണ്. ഓക്കെ, IDFC ഫസ്റ്റ് ബാങ്ക് MD ആൻഡ് CEO ആണ് കേട്ടോ, V വൈദ്യനാഥൻ. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. എക്കോടെക്കിൻ്റെയാണ് CEO രുചി ദീപക് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ കർണാടകയാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ICICI ബാങ്കും ഗൂഗിളും കൂടി പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫാസ്ടാഗിന് വേണ്ടിയിട്ട്. സോ എക്കോ ഡ്രൈവും IDFC ഫസ്റ്റ് ബാങ്ക് ഫ്രീ ഫാസ്ടാഗ്, ICICI പ്ലസ് ഗൂഗിൾ ഫാസ്ടാഗ്. ഓക്കെ, പിന്നെ ജനുവരി 1, 2021 മുതലാണ് 21 മുതലാണ് ഫാസ്ടാഗ്സ് കമ്പൽസറി ആക്കിയിട്ടുള്ളത് അല്ലേ? all 4 wheelers including old vehicles. Okay, at the national news, PM Narendra Modi inaugurates Maitri Setu between India and Bangladesh. Okay, Feni river lana Maitri Setu 1.9 kilometer long bridge ആണ്. അത് സബ്രൂം ഇൻ ഇന്ത്യ വിത്ത് രാംഗ ഇൻ ബംഗ്ലാദേശിനെ കണക്ട് ചെയ്യും. ഓക്കെ, 133 കോടി രൂപയാണ്. അതുകൊണ്ട് പഠിക്കുക. നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയാണ്. ക്യാപിറ്റൽ ധാക്ക, കറൻസി ടാക്ക അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്രസിഡന്റ് ഓഫ് ബംഗ്ലാദേശ് അബ്ദുൽ ഹമീദ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 50th ഇയർ ഓഫ് ഇന്ത്യൻ വിക്ടറി ഓവർ പാകിസ്ഥാൻ ഇൻ 1971 ലിബറേഷൻ വാർ. Indian naval ships arrived in the port town of Monkla for 3-day visit to Bangladesh. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോ ഇന്ത്യൻ നേവൽ ഷിപ്സ് arrived in Monkla. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബംഗ്ലാദേശ് സാറ്റലൈറ്റ് ടെലിവിഷൻ കൺട്രിയുടെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ന്യൂസ് ആങ്കർ, അവരുടെ പേരാണ് തഷ്നുവ അനൻ ശിശിർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബംഗ്ലാദേശ് സാറ്റലൈറ്റ് ടെലിവിഷൻ ഹയർ ചെയ്ത കൺട്രിയുടെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് ആങ്കർ ആണ് തഷ്നുവ അനൻ ശിശിർ. ഡിഫൻസ് ന്യൂസ്, ഇന്ത്യൻ നേവി സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന INS കരഞ്ച് കമ്മീഷൻ ചെയ്തു. സോ സൈലന്റ് കില്ലർ ആണ് കേട്ടോ അറിയപ്പെടുന്നത്. മുംബൈയിലാണ്. ഓക്കെ, മുംബൈയിലാണ്. So before current INS Kalvari and INS Kanderi have been commissioned in Indian Navy. So കരഞ്ചിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 meters ആണ്. ഓക്കെ, അതുപോലെ തന്നെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. ICGS C453 ഇന്റർസെപ്റ്റർ ബോട്ട് കമ്മീഷൻഡ് ഇൻ ടു ചെന്നൈ. അത് നമ്മൾ പഠിച്ചതായിരുന്നു. സോ ഇതിൽ ഇന്ത്യൻ നേവി സൈലന്റ് കില്ലർ INS കരഞ്ച് എവിടെയാണ് കമ്മീഷൻ ചെയ്തതെന്ന് പഠിക്കുക. ഓക്കെ, 60 meters ആണ് എന്നുള്ളതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതും കൂടി മനസ്സിലാക്കി വെക്കാം. അടുത്തത് എക്കണോമി. ഓക്കെ, ക്രിസിൽ 2022 11% GDP ഗ്രോത്ത് ആണ് പറയുന്നത്. അതത്രയേ ഉള്ളൂ, മെയിൻ അത്ര പഠിച്ചാൽ മതി. അതുപോലെ തന്നെ OECD 2022 12.6% ആണ് പറയുന്നത്. മൂഡിയുടെ നമ്മൾ പഠിച്ചിരുന്നു 2020-21 7% കോൺട്രാക്ട് ചെയ്യുമെന്ന് പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ, CEO ഓഫ് ക്രിസിൽ എന്ന് പറയുന്നത് അശു സുയാഷ് ആണ്. ക്രിസിലിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് ധർമ്മകീർത്തി ജോഷിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് ഓക്കെ, ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്? തിരത് സിംഗ് റാവത്ത്. ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വി സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ചസ് ക്യാമ്പയിൻ ടു മേക്ക് ഗോൾഡൻ കാർഡ്സ് ഓഫ് ആയുഷ്മാൻ ഭാരത് സ്കീം. ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആണല്ലേ. അതായത് ഒരു പെർ ഫാമിലി പെർ ഇയർ ക്യാഷ്ലെസ് പേയ്മെന്റോ ക്യാഷ്ലെസ് ഹെൽത്ത് കെയർ എത്രയാണ് 5 ലക്ഷം രൂപ വരുന്ന ക്യാഷ്ലെസ് ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് ഫസ്റ്റ് ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ ഓഫ് ദ കൺട്രി ഈസ് ലൊക്കേറ്റഡ് ഇൻ റാണിക്കേത്ത് ഇൻ കലിക്ക ഉത്തർപ്രദേശ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ, കാരണം ഇതിൽ ചിലപ്പോൾ ഇത് ചോദിക്കില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. സോ റാണിക്കേത്ത് ഇൻ കലിക്ക ഉത്തരാഖണ്ഡ്. അടുത്തത് പ്ലാസ്റ്റിക് പാർക്ക് വിൽ ബി സെറ്റപ്പ് ഇൻ ഡാഷ് സ്റ്റേറ്റ്. ഇറ്റ് വിൽ ബി സെറ്റപ്പ് ഇൻ ഒഡീഷ സ്റ്റേറ്റ്. ഓക്കെ. സൂപ്പർ 75 സ്കോളർഷിപ്പ് സ്കീം ലോഞ്ച് ചെയ്തത് ആരാണ്? ജമ്മു കശ്മീരാണ് അല്ലേ. ഓക്കെ, ജമ്മു കശ്മീരിലാണ് ലോഞ്ച് ചെയ്തത് ജമ്മു ആൻഡ് കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ അവിടെ ലോഞ്ച് ചെയ്ത വേറൊരു സ്കീമാണ് തേജസ്വിനി, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ. സോ അടുത്തത് സ്മാർട്ടപ്പ് ഉന്നതി ലോഞ്ച്ഡ് ബൈ HDFC ബാങ്ക്. PNB Housing Finance to donate electric cars to underprivileged women in Jaipur and Indore. Important ആണ് കേട്ടോ, ജയ്പൂർ ആൻഡ് ഇൻഡോറിലാണ് PNB ഹൗസിംഗ് ഫിനാൻസ്. ഓക്കെ. അടുത്തത് വികാസ് ആശ ലോൺ ലോഞ്ച്ഡ് ബൈ കർണാടക ഗ്രാമീൺ വികാസ് ബാങ്ക്. ഓക്കെ, കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക് ആണ് അല്ലേ. ഓക്കെ. വികാസ് ആശ ലോൺ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക്. വുമൺ സെൻട്രിക് എസെൻസ്, എസ് എന്നങ്ങ് ആലോചിച്ചാൽ മതി, അപ്പൊ എസ് ബാങ്ക്. Who inaugurates Maitri Setu between India and Bangladesh? PM Narendra Modi. Okay. സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടി, ഹാപ്പി മഹാശിവരാത്രി ടു ഓൾ. താങ്ക് യു.